ഹലോ ഗൈസ്, എങ്ങോട്ട് പോകണം നമ്മളിപ്പോൾ ഈ പ്രാവശ്യം? ഗോവയിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും. ഞങ്ങൾ കുറേ നേരം റൈഡ് തുടങ്ങി ഇപ്പോൾ തൃശ്ശൂർ നമ്മുടെ ആലിയക്കര ടോള് ആയി റെഡിയായി എല്ലാവരും ചായ കുടിച്ച് നിൽക്കണേണ് ഇവിടെ. ഇനിയിപ്പോൾ യാത്ര തുടങ്ങണേ രാവിലെ എടുക്കാനെന്ന് വെച്ചാൽ വെളുപ്പിന് 5:30 ഇറങ്ങിയാണ്. അപ്പോൾ നൈറ്റ് സീനായിരുന്നു, സോ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി വിശേഷങ്ങൾ കുറേ ഉണ്ട്. ഒരു 5 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി പോണത്. കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ ഗ്യാങ്, ഒരുത്തം കൂടി 3 ബൈക്കുണ്ട്, സെയിം ആണ്. DM ഉണ്ട്, ഡ്യൂക്ക് ഉണ്ട്, ജാവ ഉണ്ട്. ആൾക്കാരൊക്കെ അത് തന്നെ, പഴയ മുഖങ്ങളൊക്കെ തന്നെ. പഴയ വീഡിയോ ഒക്കെ ലിങ്ക് ചെയ്യാൻ ഇവിടെ ഇട്ടേക്കാം. അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ തന്നെയാണ്. 3 ബൈക്കും ഫില്ലാണ്, 6 പേരും ഉണ്ട്. അപ്പോൾ ഇനി വഴിയെ പോകുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് പോവാം. ഒരു പണി കിട്ടിയിട്ടുണ്ട്. 100 കിലോമീറ്റർ ആകണേ ഉള്ളൂ. എന്താണെന്നാവും പണി, നോക്കട്ടെ. എന്തൊരു ബ്രേക്ക് ജാമായ നോക്കാം എന്താണെന്ന് നോക്കാം. ഒരു കുഴപ്പമില്ല, അവനോട് ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി തോന്നുന്നു. ഫ്രണ്ടിൽ പോയിക്കോ. അപ്പോൾ അത് പിന്നെയും വണ്ടി സ്റ്റക്കായിട്ടുണ്ട്. ഒരു ചെറിയ പിടുത്തമുണ്ട് നമ്മളുടെ എന്താ പറയുക ബ്രേക്ക് പാഡിലെ. അതുകൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ഞങ്ങളിപ്പോൾ കോഴിക്കോട് മലപ്പുറം റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹൈവേയിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിലും ഒന്ന് നോക്കാം. ഇന്നലെ സർവീസ് ചെയ്ത ഡ്യൂക്കാണ് ഇത്. എന്നിട്ട് എന്ത് പറ്റിയെന്നാവോ, അവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയണ കുഴപ്പമൊന്നും ഇന്നലെ ക്ലീൻ ചെയ്താണെന്നാണ് പറയണത്. ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. വർക്ക്ഷോപ്പിൽ കയറ്റാതെ രക്ഷയില്ല, ഇത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടതല്ലേ. ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ഊരിക്കളഞ്ഞു. അതെന്ന് വെച്ചാൽ വീല് കിടന്ന് ഇങ്ങനെ ഷെയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇതുണ്ടോ അതിൻ്റെ അകത്ത് ബ്രേക്ക് പാഡില്ല. അപ്പോൾ ചവിട്ടരെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രേക്കിൽ. അതുകൊണ്ട് കാലൊക്കെ മാറ്റി വെച്ചാണ് ഓടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഗൈസ്, ദേ നമ്മളുടെ മോട്ടോ ക്രേസ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഈ വർക്ക്ഷോപ്പാണ് നമ്മൾ കുറേ പേര് പറഞ്ഞു കേട്ടോ, പേരറിയില്ലായിരുന്നു ഒരു ചേട്ടന്. അപ്പോൾ ആ വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ വന്നേക്കണേണ്, മൾട്ടി ബ്രാൻഡഡ് ബൈക്ക് വർക്ക്ഷോപ്പ്. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി ബെയറിംഗ് ശരിയാക്കണം. ചേട്ടൻ പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതിനും പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കാം. റോഡിൻ്റെ നടുക്ക് കയറി നിന്നിട്ട് ചേട്ടാ നിർത്തി ഇതാണ് വഴി എന്ന് പറഞ്ഞാൽ നേരെ പോണവനാണ് ഇവൻ. ഇവൻ്റെ പേരാണ് രമണൻ. ചേട്ടാ ഇതാണ് ഡൂക്കിൻ്റെ ബെയറിംഗ് പോയത്, ബാക്ക് വീലിൻ്റെ. ഇത്ര ഉണ്ടായിരുന്നല്ലേ ഇത്? ഈ സാധനമാണ് ഞങ്ങൾ 1 മണിക്കൂർ വഹിക്കുന്നത്. ഇതാണ് നിന്റെ ജിബിന്റെ അതൊക്കെ തന്നെ. ഗൈസ്, നമ്മുടെ ഡ്യൂക്ക് ശരിയാക്കിയിട്ട് സിദ്ദിഖ് ബ്രോ ആണ് മെയിൻ ഇവിടുത്തെ ആശാൻ. സിദ്ദിഖ് ബ്രോ വന്നതാണ് ഡ്യൂക്ക് റെഡിയാക്കിയിട്ട്. പുള്ളിയുടെ വർക്ക്ഷോപ്പാണ് ഇത്, മോട്ടോ ക്രേസ്. പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ആൾ. റെഡിയായോ ഇപ്പോൾ എല്ലാം? ക്ലച്ച് സെറ്റ് ചെയ്യണോ? ചങ്ങരക്കുളം എന്നുള്ള സ്ഥലത്താണ് ഈ മോട്ടോ ക്രേസ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ്. ഇതിൽ അത്യാവശ്യം എല്ലാ സ്പെയർ പാർട്സും ഇവരുടെ കയ്യിലുണ്ട് ഇവിടെ തന്നെ. അല്ലാണ്ട് വണ്ടി വന്നിട്ട് സ്പെയർ പാർട്സ് മേടിക്കാൻ പോകണം, അതിന് വേണം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് പരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകുമ്പോൾ ഇവരുടെ അടുത്ത് കയറിയാൽ മതി കേട്ടോ. അടിപൊളി സർവീസാണ്, നല്ല മെമ്പേഴ്സുമാണ് ഇവരെല്ലാവരും. വണ്ടിയുടെ കോൺസെപ്റ്റൊക്കെ ഇന്നലെ KTM ഷോറൂമിൽ കൊടുത്തിട്ട് ചെയിൻ ഓവർ ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ബെയറിങ് പോയെന്നാണ് ഇവർ പറയണത്. പിന്നെ കോൺസെപ്റ്റ് അതും നല്ല ടൈറ്റ് ചെയ്ത് വെച്ചു. എന്താണെന്നറിയില്ല, ഷോറൂമിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊരു വിശ്വസ്തത കിട്ടാൻ വേണ്ടി കൊടുക്കണേ. നമ്മുടെ അവസ്ഥ നമുക്കിപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ ഡിലേ കിട്ടി. താങ്ക് യു വെരി മച്ച്.
നമ്മളിപ്പോൾ 108 രൂപയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ 104 രൂപയുടെ ആൾക്കാർ. പെട്രോളിൻ്റെ റേറ്റ് കണ്ടോ. ഗായ്സ് ഇത് കണ്ടോ, 96 രൂപയ്ക്ക് പെട്രോൾ തന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിവിടെ തന്നെ തീർക്കേണ്ടി വരുമെന്ന്. ഒടുക്കത്തെ ബ്ലോക്ക്. നമ്മൾ അരമണിക്കൂറിന് മേളിലായിട്ട് കവർ ചെയ്തേക്കുന്നത് 3.5 കിലോമീറ്ററാണ്. എന്തൊരു ബ്ലോക്കാണല്ലോ, സീൻ ടർബോ ബ്ലോക്ക്. ഇതിനു വേണ്ടിയാണ് ഈ 96 രൂപയ്ക്ക് പെട്രോൾ തന്നെ പോലെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. മംഗലാപുരത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫേമസ് സ്ഥലം, നമ്മുടെ ഡ്രൈവിംഗ് ബീച്ച്, മുൾപ്പിലങ്ങാടി ബീച്ച് വന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് അവിടെ കയറി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തേക്കാന്ന് ഓർത്തു. എല്ലാവരുടെയും ഒരു വണ്ടി കൊണ്ട് ഓടിച്ച് രസിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ടോ. അപ്പോൾ ഏതായാലും ഇവിടം വരെ ഇതിലെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവിടെ കയറിയിട്ട് പോയില്ലെങ്കിൽ അത് വൻ നഷ്ടമാണ്. അതുകൊണ്ട് മാത്രം നമ്മളിവിടെ കയറാൻ തീരുമാനിച്ചു. ഇത് അങ്ങോട്ട് ഉള്ള യാത്രയാണ്. നിസ്സാര ഡിസ്റ്റൻസുകൾ, വെറും 100 മീറ്റർ കൊണ്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇത് മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത് നമ്മൾ. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി വെച്ചു. ഒരു ബൈക്കും കൂടി വരാനുണ്ട്. ആ ബൈക്കും കൂടി വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഇവിടെ എന്തോ ഒരു ടോക്കൺ എന്തോ ബീച്ചിലിറക്കി കഴിഞ്ഞാൽ ചെയിനിൽ മണ്ണാവും. കുഴപ്പമില്ലല്ലേ? എന്നാലും മണ്ണായാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് അല്ലേ? കുഴപ്പമില്ല. അതെ, മണ്ണായാലും പ്രശ്നമില്ല, അതൊക്കെ തുടച്ചു കളയാം. അതെ തന്നെ ഇവിടെ വന്നിട്ട് അതെ അതെ ഭയങ്കര സ്റ്റണ്ടാണ്. മലത്തിങ്ങനെ പിടിക്കും, ക്യാമറ മാത്രം ഇങ്ങനെ ചരിയും. അപ്പോൾ അതെ നമ്മുടെ ജൂഡ് പാപ്പനും എബി ബ്രോയും കൂടി വരുന്നുണ്ട് ജാവയിൽ. അവരെത്തി അങ്ങോട്ട് ഉടനെ നമ്മളിവിടെ വണ്ടി പാസ് എടുത്തിട്ട് അങ്ങോട്ട് കയറും. അപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ കാണാം കേട്ടോ ബാക്കി വിശേഷം. അടുത്ത ഷൂട്ട് ഇതാണ് ക്യാമറമാരുടെ അവസ്ഥ. റീൽസ് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു വില്ലൻസ്. ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഡേ 1 കുറച്ച് തിരക്ക് പിടിച്ച പണികളായി പോയി കേട്ടോ. അതുകൊണ്ട് രാത്രിത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര ട്രാഫിക്കായിരുന്നു. ട്രാഫിക് എന്ന് വെച്ചാൽ അന്യായ ട്രാഫിക്. ഞങ്ങൾക്ക് ആകെ 350 കിലോമീറ്റർ എടുക്കേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ ടയേർഡ് ആയിരുന്നു. ട്രാഫിക്കിൻ്റെ ആയിരുന്നു ഏറ്റവും വലിയ ഭയങ്കര ഷോകൻ റൂട്ടാണ്. മാഹിന്ന് ഈ പയ്യന്നൂർ വരെ. പയ്യന്നൂരായപ്പോഴാണ് കുറച്ച് ഫ്രീ ആയത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ സ്റ്റേ അടിച്ചതൊക്കെ പയ്യന്നൂരിലായിരുന്നു. ബാക്കി പിന്നെ എന്താണ്, ഇന്നിപ്പോൾ ഞങ്ങൾ എങ്ങനെ വന്നാലും ചത്താലും ചത്തില്ലെങ്കിലും ഗോവ എത്തും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്നൊരു 450-500 കിലോമീറ്റർ ഇന്ന് കവർ ചെയ്യാനുണ്ട്. 10 മണിക്കൂർ റൈഡ് ഉണ്ടെന്ന്. അതെങ്ങനെയെങ്കിലും നമ്മൾ കവർ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ പ്ലാനിങ് ഒക്കെ കുളവും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയിനൊക്കെ ലൂബ് ചെയ്ത് ലഗേജൊക്കെ കെട്ടണ തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ലഗേജ് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എബി നന്നായിട്ട് വലിച്ചു കെട്ടു. സപ്ലയർ പണിയെടുക്കുന്ന നിമിഷങ്ങളാണ് ഈ കാണുന്നത്. ചാരി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം. അങ്ങനെ ഇന്നലെ ഒരു പണി കിട്ടി. ഇവൻ്റെ ഇൻഡിക്കേറ്ററിൽ കുളത്തി. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഡൂക്ക് പോലത്തെ വണ്ടികളിലൊക്കെ ഈ ഇൻഡിക്കേറ്റർ ഉണ്ടോ ഒടിഞ്ഞു പോയി. അപ്പോൾ ഇൻഡിക്കേറ്റർ കുളത്തിയോണ്ട് ആകെ പ്രശ്നമായി. ലൂബിങ് ഒക്കെ കഴിഞ്ഞു. ലൂബ് കഴിഞ്ഞു എല്ലാം 3 വണ്ടി ലൂബ് ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇന്നലെ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് റൈഡിൽ കാണാം.
കഴിഞ്ഞാൽ നമ്മൾ കർണാടക ബോർഡറിൽ കയറും. നമുക്ക് ബോർഡർ കണ്ടു, അവിടെ ഉണ്ട് ബോർഡർ. വെൽക്കം ടു കർണാടക. അപ് ടു 8 rupees ലെസ് ദാൻ കേരള. 8 രൂപ കുറവാണ്. ഗൈസ്, അപ്പൊ കർണാടക വൈബ് എന്താണെന്നൊക്കെ നോക്കാം. ഇവിടെ എന്തെങ്കിലും റൂളുണ്ടോ എന്താന്നൊക്കെ ഇപ്പം അറിയാം നമുക്ക്. റൂളില്ല. ഇത് ടോൾ ഗേറ്റ് അല്ലേ? ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ഓടിച്ച് ഒരു 500 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെ, എവിടെയോ ഞങ്ങൾ തണൽ കിട്ടിയപ്പോൾ കുറച്ച് കയറിയതാണ്. ഭയങ്കര ഹൈവേ ആണ് ഇപ്പം. ഇന്നലെ മൊത്തം തണലായിരുന്നു. ആ തണലിൻ്റെ അത് മാറി ഇപ്പം മൊത്തം വെയിലായി, ഹൈവേ കംപ്ലീറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഐസ്ക്രീമോ എന്തെങ്കിലും വെള്ളങ്ങളൊക്കെ കുടിക്കണം. ദാഹിക്കുന്നു, വിശക്കുന്നു. അവര് ബാക്കിലാണ്. അവന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. മേഘമുദ്ര വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ച മുദ്ര. രണ്ടുപേരും പതിനൊന്നേകാല് മണിക്ക് റൂം കണ്ടുപിടിച്ച് കിടത്തി നിന്ന് പല പല ഹോട്ടലിൽ കയറി
റേറ്റ് ചോദിച്ച് നമുക്കെല്ലാം നമ്മൾ റേറ്റിലൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്, ബഡ്ജറ്റ് പ്രകാരം വരുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മളൊരു റൂം കണ്ടുപിടിച്ച് അത്യാവശ്യം നല്ല മാന്യമായ റൂം 2000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് 2200 രൂപ അതെ കച്ചവടം ഉറപ്പിച്ച. അങ്ങനെ കച്ചവടം. അത് എത്ര സ്ഥലത്ത് പോയി അല്ലേ? ബൈക്ക് ഓടിച്ച് 500 ചില്ലാനം കിലോമീറ്റർ ഇന്ന് ബൈക്ക് ഓടിച്ച് കിഡിലൻ റൂട്ടായിരുന്നു. ഒരു 90% കിഡിലൻ റൂട്ടാണ്. 10% മാത്രമേ കച്ചർ റൂട്ട് ഉണ്ടായുള്ളൂ. അത് ഈ ഗോവ ബോർഡർ കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയ. എന്നാലും കുഴപ്പമുണ്ടായില്ല. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കിഡിലിനായിട്ട് റൈഡ് ചെയ്യാൻ പറ്റി. ഇപ്പം നാളെ ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പുറത്തിറങ്ങും. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ കാണാം. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഗുഡ് നൈറ്റ്. നന്നായിട്ട് കിടന്നുറങ്ങുക. ഞങ്ങൾക്ക് ഉറക്കില്ല, കാരണം ഗോവയിൽ നൈറ്റ് ലൈഫാണ്, അതുകൊണ്ടാണ്.